തിരുവനന്തപുരം മുതലപ്പുഴയിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല. പൊഴിമുറിച്ചുള്ള താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് നാട്ടുകാർ വഴങ്ങാത്തതോടെയാണ് സർക്കാർ വെട്ടിലായിരിക്കുന്നത്. പ്രതിഷേധം തണുപ്പിച്ച ശേഷം തുടർ നടപടികൾക്കാണ് സർക്കാരിന്റെ നീക്കം. വീണ്ടും പ്രതിഷേധക്കാരുമായി സർക്കാർതല ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്നലെ മുതലപ്പുഴയിലെ നാടകീയമായ രംഗങ്ങൾ, നാട്ടുകാരുടെ പ്രതിഷേധം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് സർക്കാർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടർന്ന് ചെയ്യാൻ ആലോചിക്കുന്നത്? മന്ത്രി നേരിട്ട് ചർച്ച നടത്തണം എന്ന ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടോ? റിജിത്ത്, മുതലപ്പുഴയിൽ സർക്കാർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. കാരണം മുതലപ്പുഴയിൽ പൊഴി മുറിച്ചില്ലെങ്കിൽ ഒരു ചെറിയ മഴ ഇനി വന്നാൽ സമീപത്തെ മുതലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പൊഴി മുറിക്കുക എന്നുള്ളതാണ് ആ ദുരന്തം ഒഴിവാക്കാൻ സർക്കാരിന് മുൻപിലുള്ള നടപടി. പക്ഷേ പൊഴി മുറിച്ചത് കൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ് മുതലപ്പുഴക്കാരുടെ പരാതി. അതുകൊണ്ട് തന്നെ പൊഴി മുറിക്കുകയല്ല വേണ്ടത്, അവിടെ അടിഞ്ഞുകൂടിയ അഴിമുഖത്തടിഞ്ഞുകൂടിയ മുഴുവൻ മണലും നീക്കം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് എന്നുള്ളതാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായി മണൽ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായി പൊഴി മുറിയും. അങ്ങനെ പൊഴി മുറിയട്ടെ എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷേ അതിലെ പ്രശ്നം, അങ്ങനെ പൊഴി മുറിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കാലതാമസം വേണ്ടി വരും. പ്രത്യേകിച്ചും ഡ്രഡ്ജർ, ഇപ്പോൾ നിലവിൽ അവിടെയുള്ള പ്രവർത്തിപ്പിക്കുന്ന ഡ്രഡ്ജർ കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് പകരം കണ്ണൂരിൽ നിന്ന് മറ്റൊരു ഡ്രഡ്ജർ കൂടി എത്തിക്കണം. അതിന് ആ ഡ്രഡ്ജർ ഇവിടേക്ക് എത്താനുള്ള സമയമുണ്ട്. ഒപ്പം തന്നെ അത് ഇവിടെ ക്രമീകരിച്ച് അതിൻ്റെ പണി തുടങ്ങാനുള്ള സമയമുണ്ട്. മാത്രമല്ല, അത്രയും വലിയ മണൽ നിക്ഷേപം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഏത് സമയത്ത് ചെയ്തു തീർക്കാം എന്നുള്ളതിലും സർക്കാരിന് ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പൊഴി മുറിച്ചാൽ പിന്നീട് അവിടേക്ക് അവർ തിരിഞ്ഞു പോലും നോക്കില്ല, സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ്. പൊഴി മുറിച്ചങ്ങ് പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് സർക്കാർ തന്നെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ മന്ത്രി സജി ചെറിയാനുമായുള്ള ഒരു ചർച്ച നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇന്നലെ ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം വലിയ നാടകീയതകളൊക്കെ അവിടെ സംഭവിക്കുന്നതും കണ്ടതാണ്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും നിലയിലുള്ള ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്കോ മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയ്ക്കോ വഴങ്ങുന്നില്ല മത്സ്യത്തൊഴിലാളികൾ. പകരം മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തട്ടെ എന്നുള്ളതാണ് നിലപാട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇനി എന്ത് വേണമെന്നുള്ളത് തിരക്കിട്ട ആലോചനകളിലാണ്. പ്രത്യേകിച്ചും ഈ രണ്ടും ഒഴിവാക്കണം. ഒന്നാമത്തെ കാര്യം, ഈ വെള്ളം കയറി സമീപ പഞ്ചായത്തുകളിൽ വെള്ളം കയറുന്നതുൾപ്പെടെയുള്ള ഭീഷണി ഒഴിവാക്കണം. ഒപ്പം തന്നെ ഇവർക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിനുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഒരുക്കണം. നിലവിൽ ഇവർ പറയുന്നത് 4 ദിവസം കൊണ്ട് തന്നെ പൊഴി മുറിച്ച് മത്സ്യബന്ധനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിത്തരാം. അതിനുശേഷം ഡ്രഡ്ജർ എത്തുന്ന മുറയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ രാത്രിയും പകലും നിന്നുകൊണ്ട് മണൽ നീക്കവും ആരംഭിക്കാമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലെടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവർ പറയുന്നതിനും ന്യായമുണ്ട്. കാരണം സെപ്റ്റംബർ മാസം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ അപകടം വരുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിന് ഒരു വിധത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പറയുന്ന തീരുമാനങ്ങളെയും വാക്കുകളെയും അവരും വിശ്വസിക്കാത്തത്. എന്തായാലും ഇനി ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഏതെങ്കിലും നിലയിലുള്ള പുരോഗതി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ചർച്ചയില്ലാതെ മുതലപ്പുഴയിലേക്ക് എത്തിയാൽ വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതിഷേധമുയർത്താൻ സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാകും സർക്കാരും ഇനി കടക്കുക. റിജിത്ത്. ശരി, സലീം മാലിക് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.